ോനെ നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താര തേക്കണം സ്തോമൻ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അഞ്ഞുപോകാത്ത നല്ലോന്നതയും നിത്യവും മുടിവിടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കപടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതിയും. തന്റെ ദാസിയുടെ സംസ്കാരത്തോടെ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹുന്യവുമോ സുധായ ആദിയിലുണ്ടായിരുന്നു ഉൾപ്പുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 തിരുമുൻപാകെ പരിഭ്രമിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്ത വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതർ നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുല ബറക്കുമാർ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. നഗരകവാടം വഴിയായി ഞാൻ പോകൂ നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ ലളിതകളെ ബരതരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ. പ്രഭുവനിതകളും ദാസികളും സന്താപാരാവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചേൻ കേഴു നേന്തിന്നേവം സുന്ദരരെ വ്യഥയോടെന്തിനു പാടിയിടു നേന്നോ ഡോതി മൂഢമിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഈ ഉള്ളോർദൻ ഭൂഷാസുഭഗതയെ. മരണമശേഷം മായിക്കോമി സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽകൊടിയിന്മേൽ തങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം
സന്ധ്യാവേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ. കനിയുക കനിയുക കർത്താവേ, ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ. സർവാദേശ സ്തോത്ര സ്തോത്രം ബാറക്കുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് അവിടുന്ന് അടുത്തിരിക്കുന്നതിനാൽ നിദ്രാവിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ സമയം അടിയങ്ങൾ അണയ്ക്കുന്ന സുഗന്ധോപത്തെ കൈക്കൊള്ളണമേ. സ്വർഗീയ ഉർശലേമിൽ മോഹനീയ വാസസ്ഥാനത്ത് ഇതിൻ്റെ മകളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ യോഗ്യയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ദേവേശ നീൻ പരിചാരിക തന്നെ ബാത്തെ സസമാധാനം കൈക്കൊള്ളുക. കന്മഷമഖിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ. നിർമ്മായൻ നീയേകൻ താൻ അപരാധികൾ അർഹിച്ചിടും. നരകത്തിൽ നിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം പ്രതിയെ നീ ഞെളിയേണ്ട. മൃതരായോർമേൽ അവരുടെ മേൽ ദല്ലില്ല നിനക്കധികാരവും അവകാശമതും. ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും നൂനം. സാക്ഷാൽ അവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിന്നവരെ വിടേകും സ്വർഗമഹാരാജ്യം. മരണത്തെ ഞാൻ നിദ്രാഭേദിയും ഇല്ലെന്നിൽ ദൈവം തീൽ നടത്തിയിടും. വിധിയോർ തഞ്ചിടുന്നേൻ ഞാൻ പാർക്കുമോ. വാഗ്ദാനത്തിൻ നാടായി സ്വർഗമഹത്വം ചാർത്തിയിടും. സൂനോധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും. ആന്തനുകാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ. യാഗോല ലോകമതൻ ചിന്ത വിഷയമതായി ആദിമകാലത്തെ എന്മാനസമോടി സൃഷ്ടിയെയോർത്തൊരു ഞാൻ വെമ്പീശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരയും. നാരികളത്യധികം വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുതരേ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി പോയവർ പിരിയും മാതാവേ നോക്കിടുമ മജരിൽ നെടുവേർ പോയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോദിച്ചിടുന്നു. ഏതിനാരാവം കേൾക്കുന്നു എല്ലാം ഖേദ താലവരോടൊപ്പം കരയുന്നു. ദൂതൻ ചാരേ വന്നെന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഠകളാൽ മർദ്ദി ചങ്കങ്ങൾ കാൺമീൻ വടിമൂന്നാലെന്നെ താടി ചാൻ. ഞാനാശ്രയഹീന ഞാനായി യോദി
നിൻ സൃഷ്ടിയെ നാഥ കൃപയാൽ പുതുതാക്കാ സമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയ നീ നവമാകേണ പതിബന്ധം ഹൃദയാൽ വീറായി മീരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായേക്കുക ദോഷം സാധ്യമെഴും വിധേയേ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൾനേൻ സുതഗീത വന്നവനും വരുവോനും ബ്രദർ തന്നുയിരും സുതനെന്നു ശരീര മക്കൾ പാടണമേ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മിൽ നിന്ന് ശരീരപ്രകാരം വേർപെട്ടു പോയിരിക്കുന്ന യാത്രയായിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ ഭവനത്തിൽ നടത്തേണ്ട സമാപന ശുശ്രൂഷ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിയപ്പെട്ടവരെ സ്നേഹ ചുംബനം നൽകി കർത്തൃദാസിയെ സമാപന ശുശ്രൂഷയ്ക്കും സംസ്കാരത്തിനുമായി പരിശുദ്ധ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണല്ലോ. ആദരണീയനായ CC കുര്യാക്കോസ് അച്ഛനും ബഹുമാനപ്പെട്ട തോമസ് ജോണും നൽകിയ സാന്ത്വന വചനങ്ങൾ, ധൈര്യപ്പെടുത്തുന്ന വാക്കുകളെല്ലാം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. 59 വയസ്സ് മരിക്കത്തക്ക അത്ര ദീർഘമായ ഒരായുസ്സല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 15 വർഷക്കാലത്തോളം ഒരു ബോണസായിട്ട് ദൈവം നൽകിയതാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാനും അടിവരയിടുകയാണ്. ഈ ഭവനം സന്ദർശിക്കുന്നവർക്കെല്ലാം മനസ്സിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു സ്വഭാവം, നല്ല അതിഥി സൽക്കാരം, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ മാതൃകയാക്കേണ്ട ഒരു ഭവനമാണ്. പ്രിയപ്പെട്ട അനിയന് പ്രധാനമായിട്ടും ഇപ്പോൾ നിറം കൊടുക്കുന്ന ജോലിയാണല്ലോ. ഏത് ഉയരവും അദ്ദേഹത്തിന് നിസ്സാരമാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവ് എനർജിയാണ്. പ്രിയപ്പെട്ട സഹധർമ്മിണി മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ധൈര്യം അദ്ദേഹം വിടാതെ സൂക്ഷിച്ചു. മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ചിറക് അറ്റുപോയി. ധൈര്യവും പ്രത്യാശയും കർത്താവ് കൂടുതൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് ആര് ഇറങ്ങിപ്പോകുന്നതിനേക്കാളും വേദന അമ്മ ഇറങ്ങിപ്പോകുമ്പോഴാണ്. കാരണം അമ്മയുടെ ശരീരമാണ് നാം ഓരോരുത്തരുടെയും ശരീരം. അപ്പൻ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവൻ തന്നു, പക്ഷേ അമ്മയുടെ ശരീരം തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരം. പക്ഷേ ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനായ ദൈവം വിളിക്കുന്ന സന്ദർഭത്തിൽ ഇല്ല ഇല്ല എന്ന് പറയാതെ വിട്ടുകൊടുക്കുക, ചെല്ലുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം നമുക്കറിവുള്ളതാണല്ലോ. നിനച്ചിരിയാത്ത സമയത്ത് ആരെല്ലാം ഏതെല്ലാം പ്രായത്തിൽ വിട്ടുപോകുന്നു. ഒരു ശ്വാസതടസ്സമോ ഒരു ഛർദിലോ ഒക്കെ വന്നു പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ഈ ഭൂമിയിൽ നിന്ന്. പ്രിയപ്പെട്ട മകൻ ജിൻസന് വരുവാൻ സാധിച്ചിട്ടില്ല. ഉറ്റവർക്കും ഉടയവർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചുംബനം കൊടുത്ത് അയക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ അവരവരായിരിക്കുന്ന സ്ഥലത്ത് ബന്ധനസ്ഥരായിരിക്കുന്ന, ലോക്ക്ഡൗണിലായിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. പക്ഷേ ഈ അന്തരീക്ഷത്തെ എല്ലാം നമ്മൾ മറികടക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനം, വലിയ പ്രത്യാശ, അതെല്ലാമാണ് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ ജീവൻ ശവക്കുഴി കൊണ്ട്
അവസാനിക്കുന്നില്ല. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. അത് നാം വെറുതെ പാടുന്നതല്ല, പ്രത്യാശയോടെ പാടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മഹത്വത്തോടെ എഴുന്നള്ളുന്ന മഹാബലിയ ദിവസത്തിൽ തന്നെ പ്രസാദിപ്പിച്ച പുണ്യവാന്മാർക്കും നീതിമാന്മാർക്കും തന്നിൽ പ്രിയം വെച്ച ഉത്തമന്മാർക്കും ഒക്കെ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലത്തിന് ഈ കർത്തൃദാസി അർഹയായി തീരട്ടെ. വിളക്കിൽ എണ്ണയുമായി മണവാളിനെ കാത്തിരുന്ന ബുദ്ധിമതികളായ കന്യകമാരോടുകൂടെ മണവറയിൽ ഇവളും സന്തോഷിക്കട്ടെ. നമുക്കും ആ ശാന്തിയുടെ തീരത്ത്, ആ ശോഭന തുറമുഖത്ത് തമ്മിൽ കാണുവാൻ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടേതായിട്ടുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. ഇപ്പോൾ ധുവപ്രാർത്ഥന നിർവഹിക്കുന്നു. മക്കളുള്ളപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ നാഥാതാവകമീരുലോകം ശ്ലീബായാൽ ജീവിതരേഖ തൻപാൽ മുക്തിമൃത സ്തോത്രം മൃതജീവ പ്രദനെ കബറിൽ നേറ്റിടും. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, നമ്മുടെ ഷാരോൺ ചർച്ചിൻ്റെ ഗ്രൗണ്ട് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വിട്ടു തന്നു. പാസ്റ്റർ ബിജു ഇവിടെ സംസാരിക്കുകയുമുണ്ടായി. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സ്നേഹ ചുംബനം നൽകി പ്രിയപ്പെട്ട കർത്തൃദാസിയെ യാത്ര അയക്കാവുന്നതാണ്. വലിയ ബഹളം ഉണ്ടാക്കാതെ സാവകാശമായി ചുംബനം നൽകണം. ചുംബനം നൽകാനായിട്ട് അല്ലാത്തവർ, ഇവിടെ നിൽക്കുന്നവർ ദയവ് ചെയ്ത് വാഹനങ്ങളുടെ ക്രമീകരണം ശ്രദ്ധിക്കുകയും പള്ളിയിലേക്ക് പോകാൻ തക്ക ഒരു താമസം വിന അതിൻ്റെ ക്രമീകരണം ചെയ്യുകയും വേണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. 2 മണിക്ക് അഭിവന്യ ഇടവമെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൽ എഴുന്നള്ളി സമാപന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. വത്സരേതു ദൂരത്തെന്തേനോ ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ.
പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ ഒട്ടേറെയുണ്ടൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ
രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണും നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ തൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവ പൂർണ്ണ വിശുദ്ധര തീർന്നവർ യേശുവിൻ തങ്കരുദീരത്തിൻ ശക്തിയാലേ. തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേ വെണ്ണീലയങ്കീത രിച്ചോരിവ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോ പ്രാർത്ഥിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനുമാക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ആനന്ദിപ്പാ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതൻ
അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണും നല്ലോ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും നിന്നോ നിന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേരുബികൾ കൂടാരത്തിനകത്തുണ്ട്. ഷേക്കൈനായും ഉണ്ടവിടെ.
പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെൻ്റപ്പമുണ്ട്, പ്രകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. മൺമയമാമീയുലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീയുലകിൽ കാൺമതും മായ, വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ലൈവ് പോകുന്ന കേട്ടോ, ലൈവ് നിങ്ങൾ എല്ലാവർക്കും ഈ എണ്ണമൊക്കെ അറിയാമല്ലോ. പ്ലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്
ഇത് എല്ലാം പിടിച്ച് ലൈവ് പോകുന്നതുമാണ്. ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ളവർ മാത്രം പള്ളിയകത്ത് നിൽക്കുക. ആനന്ദമില്ലാത്ത തേജസ്സുമുള്ള കാര്യവാനും സത്യവാനും
യാതൊരു ദിവസവും മനസ്സുമായ നിന്റെ തീരുമാനങ്ങൾ മരണത്തെ വായിച്ച് മഹാസംഭവത്തെ താല്പര്യമുള്ള അനശ്വരമായ ജീവിതവാസം ഇവിടെ നിന്ന് യാത്രയാക്കി സ്വന്തം ഇവിടെ ആത്മാവിനെ ഇവിടെ ആത്മാവിനെ രക്ഷിക്കണമേ. ആ എതിരാളികളെ തിരുനാമമായ ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾക്ക് നിന്റെ മനുഷ്യപ്രീതിയാകുന്ന പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവിടെ നിങ്ങളെ നിരതയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവിടെ യാത്രയ്ക്ക് സഹായ പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർവമായ രണ്ടാം ദൃശ്യമായ ശക്തിയായോടെ സഹായിക്കണമേ. പിശാചിന്റെ ഭയങ്കരമായ രക്ഷിച്ചുകൊള്ളണമേ. ഇവിടെ സ്വാഭാവികമായി ദുർബലതയും അനുഭവങ്ങളെ ഞങ്ങൾ വിട്ടുപിടിക്കുന്നതായ നിന്റെ മഹാനന്ദയെ ഞങ്ങളുടെ ഭക്തത്തിന്റെ രക്ഷിക്കുകയുണ്ടായ അപേക്ഷിക്കുവാനാകണമേ. നിന്റെ കൃപയും നന്മയുമാകണമേ. ഒരു വിശ്വസ്തനായ വിശുദ്ധമായ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സംഭവമാകണമേ. ഞങ്ങളുടെ ശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം എത്തിച്ചു പോകുന്നതോളം എന്റെ കരുണയുണ്ടാകുവാനാകണമേ. ഈ ദിനദാസിക്ക് കോട്ടയായി സഹായമായിരിക്കണമേ. അബ്രഹാമിനെ വിസ്മരിച്ചുകൊണ്ടെല്ലാവരും വിസ്മരിക്കുവാൻ കർത്താവേ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കണമേ. വെളിപ്പെടുവാനും സമാധാനപരമായ അനുഭവിക്കുവാൻ കയറണമേ. കർത്താവെ ലഭിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിക്കുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് സ്ഥാനം മനോരാവിശ്വാസം ദൈവമേ പ്രത്യാശിക്കൂട്ടി നിന്റെ അടുക്കലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നതുമായ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും എല്ലാവരും ഭാഗ്യവാൻ വിശുദ്ധന്മാരോടുള്ള വിശ്വാസം ആ പ്രതീക്ഷയെ ലജ്ജാതീതമായ പ്രസംഗങ്ങളോട് എതിർക്കുവാനും കാത്തിരിക്കുന്നു. ഇവിടെ അവശേഷിക്കുന്നതുമായ എല്ലാവരെയും ആദ്യമെല്ലാവരുടെ രാജ്യത്തിൽ ഭംഗിയും ലക്ഷണാതീതമായ എന്റെ പരിശുദ്ധമായി സൂചിച്ചു കൊടുക്കുവാൻ എതിരായി തീരണമേ. Gracias.
നമ്മുടെ
കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടി ഭയപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്താർക്കും ഒരു ജോലികൾ വെക്കാൻ പറ്റില്ല. ഞാൻ ഇതിനോട് ചേർന്ന് മറ്റൊരു സംഭവം പറയാറുണ്ട്. 2 വർഷം മുമ്പ് വിദേശത്ത് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ അതിനടുത്ത് നമ്മുടെ സ്വഭാവമായ 35 വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ പിള്ളാറുണ്ട് പെട്ടെന്ന് കഴിഞ്ഞു വീണ്ടും മരിച്ചു. ആ ഡോക്ടറെ കുറിച്ച് ഞാൻ കേട്ടത് ഡോക്ടർ വളരെ മിടുക്കനായിരുന്നു, സമർത്ഥനായിരുന്നു, പ്രഗത്ഭനായിരുന്നു, വിദഗ്ധനായിരുന്നു. അനേകരുടെ ആവശ്യത്തിൽ ഡോക്ടറുടെ സന്ദർഭോചിതമായ ഇടപെടലുകൾ മൂലം അവരുടെ ലോകത്തിന്റെ സൗഖ്യവും ആയുസ്സിന്റെ ദൈർഘ്യവും ഒക്കെ കിട്ടിയത്. പക്ഷേ സ്വന്തം കാര്യം വന്നപ്പോൾ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറ്റിയില്ല എന്ന് പറയുന്നതല്ല ശരി, പറ്റിയില്ല എന്ന് പറയുന്നത്. കാരണം അമ്മയിൽ പറഞ്ഞിട്ടുണ്ട് യാത്രയുടെ പോലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കർത്താവിന്റെ വാക്കുകളിലായിരിക്കണം നമ്മുടെ സമാധാനം നാം കണ്ടെത്തേണ്ടത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ അനുഭവത്തിലേക്കാണ് ഈ പ്രിയ സോഫിയും മാറ്റപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുകയും ദൈവകരങ്ങളിൽ അർപ്പിക്കുകയും ദൈവത്തിന്റെ സമാധാനത്തിൽ ഏർപ്പെടുകയും ചെയ്യണം. ഇനി എന്റെ 2 മക്കളിലൊരു മകന് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാൻ കഴിയുന്നു. തന്റെ മകനെ വിദേശത്ത് അതുകൊണ്ട് വരാനൊന്നും കഴിയുന്നില്ല. ഇന്നലെ നമ്മുടെ KCC കല്യാണത്തിന്റെ ജ്യേഷ്ഠന്റെ അബദ്ധത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 2 മക്കളും വിദേശത്താണ്. 2 മക്കൾക്കും വരാൻ കഴിയുന്നു. ഇവിടെ വേറൊരു മനുഷ്യന്റെ അർത്ഥത്തിൽ പോയി അപേക്ഷിക്കാതെ 3 മക്കളാണ്. 3 മക്കളും 3 രാജ്യങ്ങളിൽ ലോകത്തിലെ 3 ഭാഗങ്ങളിൽ ഇതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് അവരൊക്കെ അവരുടെ നിലവിലൊക്കെ ഉണ്ടായിരുന്നതാകുന്നു. അത്രയെങ്കിലും അവർക്ക് ഒരു സമാധാനമാകട്ടെ. സൗകര്യാത്മാവിനെ നേരിടുന്നു. ഇതുപോലെ പ്രവർത്തിസ്ഥാക്കി മംഗളത്തിൽ കൊടുക്കട്ടെ. എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നീന്റെ മക്കളുടെ പ്രിയപ്പെട്ടവരുടെയും ഇവിടെയും ദൂരത്തിനോട്ടിരിക്കുന്ന എല്ലാവരുടെയും ദൂരത്തിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട്
Amen.
ആത്മീയമായ ഈ ശുശ്രൂഷകളിലെല്ലാം ഞങ്ങളോടുകൂടി സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ ദൈവങ്ങളെയും വിശ്വാസികളായ നമ്മുടെ എല്ലാ ഭാവികോട്ടുകളുടെയും ആത്മാക്കളെ ആശംസിപ്പിക്കട്ടെ. ഞങ്ങളെ അവിടുത്തെ ഉന്നതവുമായ സംസ്കാര ശുശ്രൂഷ പണിയത്ത് പരിസമാപിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച ഇടവത്ര തിരുവനന്തപുരത്തിനോട് ഭരണക്കാർക്കുള്ള നന്ദി ഈ സന്ദർഭത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് സൂചിപ്പിച്ചുവല്ലോ, ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ ബന്ധമാണ് പ്രിയപ്പെട്ട ഇന്ത്യയുമായിട്ട് തിരുവനന്തപുരത്തുള്ളത്. ആ ഒരു കാര്യം കൂടെ കണക്കിലെടുത്ത് ഈ സംസ്കാര ശുശ്രൂഷ അനുകൃതമായിട്ട് അത് നിറവേറ്റി പരിശുദ്ധ ദേവാലയത്തിലും ഭവനത്തിലുമായി വിവിധ സഭാവിഭാഗങ്ങളിൽ നിന്നുള്ള വൈദികര് വന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയുണ്ടായി. രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക തലങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഭവനത്തിൽ പല സന്ദർഭങ്ങളിലായി വന്ന് ആദരാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. എല്ലാവരോടുമുള്ള അകവഴിഞ്ഞ നന്ദി ഭവനക്കാർക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുകയാണ്. ഇപ്പോൾ മൃതശരീരം സംസ്കരിക്കുവാനായി സെമിത്തേരിയിലേക്ക് എടുക്കുന്നു. നമ്മുടെ പാരിഷ് ഹോളിന് സമീപം ഈ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കുമായി ഒരു ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും സംബന്ധിക്കുകയും പരേതയെ പ്രാർത്ഥനയും പ്രത്യേകം ഓർക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ദൈവാനുഗ്രഹിക്കുന്നു. കാൺമതിൻ ബദ്ധപ്പെട്ടോടിടുന്നു സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകയാൽ